ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ ഉണ്ടാക്കണ വട്ടയപ്പം ഉണ്ടാക്കാം. അത് നമുക്ക് അരിപ്പൊടിയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് കാണാം. നമ്മളിത് ഉണ്ടാക്കാൻ പോണത് അരിപ്പൊടിയിലാണ്. അത് ഏത് അരിപ്പൊടിയാച്ചാ നമ്മൾ പത്തിരി നൂൽപുട്ടിനൊക്കെ ഉപയോഗിക്കണ നൈസ് പൊടിയില്ലേ, അതിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ അരിപ്പൊടി, 2 കപ്പ് തേങ്ങയുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് 1/4 കപ്പ് പഞ്ചസാര, 1/4 സ്പൂണ് ഉപ്പ്, 1/4 സ്പൂണ് ഏലക്കപ്പൊടിയുമാണ് ഇടേണ്ടത്. അതിന് നമുക്ക് അതിനൊരു കുറുക്ക് ഉണ്ടാക്കണ്ടേ. നമ്മൾ വെള്ളയപ്പത്തിനൊക്കെ ഉണ്ടാക്കുമല്ലോ ഒരു കുറുക്ക്, അതിൻ്റെ തരി ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് കുറച്ച് കുറുക്ക് ഉണ്ടാക്കാം ആദ്യം. എന്നിട്ട് നമുക്ക് പൊടിയൊക്കെ റെഡിയാക്കി എടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. മതി. ഞാനിതിലേക്ക് 1/4 കപ്പ് പൊടി ഇടുകയാണ്. ഇട്ടിട്ട് നമുക്കിതിൽ കലക്കാം. നന്നായിട്ട് കലക്കിയെടുക്കാം. വെള്ളം ചൂടായിട്ടിട്ടാലേ ചിലപ്പോൾ കട്ട പിടിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അതാണ് ചൂടാവുന്നതിൻ്റെ മുന്നേ ഇട്ടത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് കലങ്ങി കിട്ടി പൊടി. അല്ലെങ്കിൽ പൊടി അവിടെ എവിടെയൊക്കെ കട്ടയായിട്ടുണ്ടാവും. ഇതൊന്ന് തിളച്ചാൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കുറുകിയിട്ട് നമുക്കിനി ഇറക്കി വെക്കാം. ഇതൊന്ന് നന്നായിട്ട് ചൂടാറട്ടെ. ഇത് ഇറക്കിയിട്ട് 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ വേഗം ചൂടാറും. അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലാക്കി വെക്കണം. അപ്പോൾ ഈ ചട്ടിയുടെ ചൂട് ഇതിൽ പിടിക്കാതിരിക്കാനാണ് ഇളക്കണത്. ഇത് നന്നായിട്ട് ഇവിടെ ഇരുന്നൊന്ന് ചൂടാറട്ട്. നമുക്ക് തേങ്ങ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ഒരു ജാറിലേക്ക് ഈ തേങ്ങ ഇടാം. ഞാൻ 2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 1/4 സ്പൂണ് ഏലക്ക പൊടിയും ഇടാം. ഏലക്ക പൊടി ഇല്ലെങ്കിൽ ഏലക്ക ഇട്ടാലും മതി കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. നമുക്ക് തേങ്ങ അരച്ച് കൊണ്ടുവരൽ കഴിഞ്ഞേ ഇങ്ങനെ അരയണം കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് കൊട്ടാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറുക്കുണ്ടാക്കിയതിൻ്റെ ബാക്കി അരിപ്പൊടി ആണ്. ഞാനിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇടുകയാണ്. ഇനി പഞ്ചസാര അളവ് കൂടുതൽ വേണ്ടവർക്ക് കൂട്ടിയിട്ടിടാം. കറി കൂട്ടിയാണ് ഇത് കഴിക്കുകയാണെങ്കിൽ പഞ്ചസാര കുറച്ചിട്ടാൽ മതി. പഞ്ചസാര ഒരുപാട് വേണ്ടല്ലോ. ഇനി നമുക്കിതിൽ 1/4 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം, പഞ്ചസാര ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. 1/4 സ്പൂണ് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിപ്പോൾ വല്ലാതെ നല്ല പൊടി ഒന്ന് നനഞ്ഞാൽ മതി. നമ്മളിതിന് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. 2 മിനിറ്റ് അടിക്കണം. നമ്മൾ കുറുക്കില്ലേ, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ലേശം കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഇഡ്ഡലി മാവ് കലക്കുമ്പോൾ ഉണ്ടാവില്ല, അതേപോലെ ഉണ്ടാവണം കേട്ടോ. പൊടി കലക്കിയതിൽ വെള്ളം കൂടുതലാണെങ്കിൽ ഇച്ചിരി കൂടി പൊടി ഇട്ട് ഇളക്കിയാൽ മതി കേട്ടോ. ഇത് നമുക്കിനി ഈ മിക്സിയിലിട്ട് അരയ്ക്കാം. ജാറിൽ വെച്ച് ഈ മിക്സിയുടെ ജാറിൽ ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം. 2 മിനിറ്റ് അരയ്ക്കണം. നമുക്കിനി ഇതേ മൂടി വെച്ചിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം.
അരിപ്പൊടി നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. തുറന്നു നോക്കാം, കണ്ടില്ലേ ഇങ്ങനെ അരഞ്ഞു. ഇതാ ഒരു ഇഡ്ഡലിയുടെ പരുവത്തിലായി. ഇങ്ങനെ വേണം അരച്ചെടുക്കാൻ. ഇനി നമ്മൾ പൊന്തി വരുമ്പോൾ ഒന്നുകൂടി ചിലപ്പോൾ ലൂസാവാൻ സാധ്യത ഉണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇത് അരച്ചു കൊണ്ടുവന്ന് പാത്രത്തിൽ ഒഴിച്ചു വെക്കുമ്പോൾ ഇച്ചിരി വലുപ്പമുള്ള പാത്രത്തിൽ വേണം ഒഴിച്ചു വെക്കാൻ. ചെറിയ പാത്രത്തിൽ വെക്കരുത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് പൊന്തി പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇച്ചിരി വലുപ്പമുള്ള പാത്രത്തിൽ ഒഴിക്കണം പറയുന്നത്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇത് നമുക്കിനി മൂടി വെക്കാം. അവിടെ ഇരിക്കട്ടെ. ഈ സാധാ സമയങ്ങളിൽ ഇത് 4 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഇങ്ങനെ പൊന്തി വരും. ഇപ്പൊ നല്ല മഴക്കാലല്ല, അപ്പൊ ഇത് എത്ര മണിക്കൂർ വെക്കേണ്ടി വരും എന്ന് അറിയില്ല. ഇനിയിപ്പൊ എന്തായാലും നല്ല പൊന്തി വന്നതിന് ശേഷം ഉണ്ടാക്കിയാൽ നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടാക്കാവും. നമുക്കിനി ഇത് തുറന്നു നോക്കാം. അയ്യവാ, നല്ല സൂപ്പറായിട്ട് പൊന്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ? ഇങ്ങനെ വേണം വട്ടയപ്പത്തിനുള്ള മാവ് കുഴച്ചെക്കാൻ. ഇപ്പം 4 മണിക്കൂറിൻ്റെ കൂടുതലായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവൊക്കെ സൂപ്പറായിട്ട് പൊന്തിയിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കണ്ടേ? ഇത് ആവിയിലാണ് വേവിക്കേണ്ടത്. ഞാനൊരു വട്ടത്തിലൊരു വട്ടപാത്രമാണ് വെക്കുന്നത്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഇതിൽ വെക്കുകയാണ്. നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രത്തിലോ എന്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ആവിയിൽ ഉണ്ടാക്കണമെന്ന് മാത്രം. ഞാൻ ഈ പാത്രമാണ് അടിയിലിടുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ട് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇതിൻ്റെ മേലെ വെക്കുന്നത് ഒരു പ്ലേറ്റാണ്. ആ പ്ലേറ്റിൽ ഇച്ചിരി നെയ്യ് പുരട്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഈ പാത്രം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടാം. ഇട്ടിട്ട് കത്തിക്കുക. അതിന് ചൂടാവട്ടെ. ചൂടായിട്ട് വേണം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ. പാത്രം നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം മാവ്. മതി. ഇതിൽ നമുക്കൊരു ഇച്ചിരി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, വീട്ടിലുണ്ടെങ്കിൽ. ഇനി നമുക്കിത് നന്നായിട്ട് മൂടി വെക്കാം. ഇതിനി ഒരു 20 മിനിറ്റ് അങ്ങനെ ആയിരുന്നു വേവട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാം ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന്. ഞാനിതിൽ ഒഴിച്ചിട്ടുള്ളത് കട്ടി കുറച്ചിട്ടാണ്. കട്ടി കുറച്ചിട്ട് ഒഴിച്ചാൽ വേഗം വേവും. ഇച്ചിരി കട്ടി കൂട്ടി ഒഴിക്കുകയാണെങ്കിലോ വേഗം കുറച്ച് താമസം ഉണ്ടാവും. അപ്പോൾ 20 മിനിറ്റ് 25 മിനിറ്റ് വേവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇനി നമുക്ക് ഇത് അവിടെ ഇരുന്ന് വേകട്ടെ. നമുക്കിതൊരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. ഇത് പതുക്കെ തുറക്കാം, അല്ലെങ്കിൽ മൂടിയിലുള്ള നീരാവി ഉള്ളിൽ വീഴും. അയ്യവാ, കണ്ടില്ലേ എന്ത് സൂപ്പറായി പൊന്തിക്കണ്. നമുക്ക് ഉള്ളിൽ വെന്തിക്കണമെന്ന് നോക്കാം. വെന്തിക്കണ് കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കുക. ഇത് നമുക്കിനി ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. നമ്മുടെ കലത്തപ്പം ചൂടാറി. ഇനി നമുക്കത് മുറിച്ച് നോക്കാം. നമുക്കിതിലൊരു കഷ്ണം എടുത്ത് നോക്കാം. നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. കണ്ട, അടി മേലെ സൈഡ് എന്താ അയ്യവാ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇപ്പം തിന്നി നോക്കാം.
മധുരം പാകത്തിനുണ്ട് കേട്ടോ. മുറിച്ചതിൻ്റെ ക്യാമറ നോക്കണ്ട, പക്ഷെ അപ്പം നല്ല സൂപ്പറാണ്, അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ വട്ടയപ്പം റെഡിയായി. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും നല്ല രുചിയും ടേസ്റ്റും ഉള്ള സാധനമാണ്. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് നല്ല രുചിയുള്ള ഒരു പലഹാരമാണ്.